ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ലിങ്ക്ഡിൻ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാം, ആർക്കൊക്കെയാണ് ലിങ്ക്ഡിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ലിങ്ക്ഡിൻ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ലിങ്ക്ഡിൻ എന്ന് പറയാം. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. ഏകദേശം 600 മില്യൺ യൂസേഴ്സ് ഉണ്ടെന്നാണ് ലിങ്ക്ഡിൻ പറയുന്നത്. അതുപോലെ തന്നെ 300 മില്യൺ ആക്റ്റീവ് മന്ത്ലി യൂസേഴ്സും ലിങ്ക്ഡിൻ ഉണ്ട്. ഈ ലിങ്ക്ഡിനിലെ മെയിൻ ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനികളുടെ പ്രൊഫൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ജോബ് ഹണ്ടേഴ്സ് ആയിരിക്കും. ഇത്രയും യൂസേഴ്സ് ആണ് ലിങ്ക്ഡിൻ ഉള്ളത്. അപ്പൊ ലിങ്ക്ഡിന്റെ ബെനിഫിറ്റ് മെയിൻ ആയിട്ട് എടുക്കുന്നത് 2 കാറ്റഗറിയാണ്. ഒന്ന് ബിസിനസ് പ്രൊഫഷണൽസും, രണ്ടാമത് ജോബ് ഹണ്ടേഴ്സും. ഒരു ബിസിനസ് പ്രൊഫഷണൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് കൂട്ടണമെന്നോ, അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ലൊക്കേഷന് പുറത്ത് അദ്ദേഹത്തിന് ആൾക്കാരെ പരിചയപ്പെടുന്നോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുന്നതിനോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നതിനോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അദ്ദേഹത്തിന് ജോലി കണ്ടുപിടിക്കാനും കമ്പനികളെ നേരിട്ട് അപ്രോച്ച് ചെയ്യാനും ലിങ്ക്ഡിൻ പ്രൊഫൈൽ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് ചെയ്യാത്ത പ്രൊഫൈലുകൾക്ക് ലിങ്ക്ഡിനിൽ സെർച്ച് റിസൾട്ടിൽ അപ്പിയറൻസ് കുറവായിരിക്കും. അപ്പോൾ ചിലർ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഫേസ്ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പ് സെൽഫിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ സെൽഫി പിക്ചറൊക്കെയാണ് അവർ ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് ഇടുന്നത്. പക്ഷെ ലിങ്ക്ഡിൻ ഈ അതർ സോഷ്യൽ മീഡിയ പോലെയല്ല, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയോ ഇൻസ്റ്റാഗ്രാം പോലെയല്ല ലിങ്ക്ഡിൻ. അപ്പോൾ ലിങ്ക്ഡിൻ ശരിക്കും ഒരു പക്ക കോർപ്പറേറ്റ് പ്ലാറ്റ്ഫോമാണ്. വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ പ്ലാറ്റ്ഫോമിന്. അപ്പോൾ ആ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക്ഡിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. കാരണം ലിങ്ക്ഡിന്റെ അൽഗോരിതം പ്രകാരം അവർ സെർച്ച് റിസൾട്ടിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈലിലാണ്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് അതിലെ പ്രൊഫൈൽ പിക്ചർ, സമ്മറി, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ 100% അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയാൽ മാത്രമേ സെർച്ച് റിസൾട്ടിൽ നിങ്ങൾക്ക് അപ്പിയറൻസ് വർദ്ധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 10 സജഷൻസ് ആണ് തരുന്നത് എങ്ങനെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. ഇപ്പോൾ അതർ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊടുക്കുന്ന പോലത്തെ ഗ്രൂപ്പ് സെൽഫിയോ അല്ലെങ്കിൽ ബാക്കിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള പിക്ചർ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുക്കുന്ന പേരിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോലെ ഫാൻസി പേരുകൾ ഇടരുത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് ടൈറ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങളുടെ കറൻറ്റിലുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ നിങ്ങൾ കറന്റ് എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത്, അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്റേൺഷിപ്പ് അന്വേഷിക്കാന്ന് ചെയ്ത്, അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾ എന്താണോ അത് എഴുതുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വായിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കറന്റിൽ എവിടെയാണോ ആ ലൊക്കേഷനാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നല്ല, ഇപ്പോൾ കറന്റിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ ലൊക്കേഷനാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ എബൌട്ട്, അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എഴുതുക. ഇപ്പോൾ എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ സ്കിൽസ് എന്ന കാര്യം അതിൽ മെൻഷൻ ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് എക്സ്പീരിയൻസ് ലിങ്ക്ഡിനിൽ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നന്നായി ബ്രീഫാക്കി നല്ലപോലെ എഴുതണം. ഇപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്നൊട്ട് എന്നുവരെ ചെയ്തു, എന്തായിരുന്നു എൻ്റെ ജോബ് ടൈറ്റിൽ, അതുപോലെ ഏത് കമ്പനി ആയിരുന്നു, എന്തൊക്കെയായിരുന്നു എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അത്രയും കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസിൽ നിർബന്ധമായി വെക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു HR അല്ലെങ്കിൽ റിക്രൂട്ടർ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വായിച്ചു നോക്കാൻ പറ്റും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അവരുടെ കറന്റ് റിക്വയർമെന്റ് ഉള്ള പൊസിഷന് ആവശ്യമുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ പ്രൊഫൈൽ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് വിളിക്കാം. അത് കഴിഞ്ഞ് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റീസെൻ്റ്ലി പഠിച്ചു കഴിഞ്ഞത്, അങ്ങനെ നമ്മളിപ്പോൾ റെസ്യൂമിൽ കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഡിഗ്രി +2 10th അതുപോലെ കൊടുക്കുക. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ സ്കൂളിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ലൈസൻസ് ആൻഡ് അതർ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങളുടെ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ പേറോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ട് എന്താണോ സ്കില്ല്, നിങ്ങളുടെ ആ സ്കില്ല് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻഡോഴ്സ്മെന്റ് കിട്ടുന്ന സ്കില്ലായിരിക്കും നമ്മുടെ പ്രൊഫൈലിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻഡോഴ്സ്മെന്റ് കിട്ടിയിരിക്കുന്നത് മാർക്കറ്റിങ്ങിന് ലീഡർഷിപ്പിനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ സ്കില്ലുകൾ പ്രൊഫൈലിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതിന് ഇപ്പോൾ പെറ്റിക്കേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീം കോർഡിനേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അനലൈസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് കൂടുതൽ എൻഡോഴ്സ്മെന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അതായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 3 നിങ്ങൾക്ക് എത്ര ലാംഗ്വേജസ് അറിയാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ലെവൽ ഇപ്പോൾ നിങ്ങൾ നല്ല ബിഗിനർ ആണോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ ബേസിക്കലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു URL ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ URL ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് URL ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങളുടെ PDF റെസ്യൂമിൽ വയ്ക്കാം. അപ്പോൾ റിക്രൂട്ടർക്കോ HRക്കോ നിങ്ങളുടെ റെസ്യൂമെ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് എത്തും. അപ്പോൾ ലിങ്ക്ഡിൻ്റെ URL കൊടുക്കുമ്പോൾ നിങ്ങളുടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരാക്കുക. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങളുടെ പേര്, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് ഡേവിഡ് ജെയ്സൺ എന്ന് കൊടുത്തോളൂ. ഇപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സാധിക്കും. ഇപ്പോൾ ഡേവിഡ് ജെയ്സൺ ലിങ്ക്ഡിൻ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഗൂഗിൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളുടെ URL നിങ്ങളുടെ പേരുമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ നിങ്ങളുടെ വിസിബിലിറ്റി എഡിറ്റ് ചെയ്യാം. വിസിബിലിറ്റി അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വിസിബിൾ ആണോ, നിങ്ങളുടെ ലൊക്കേഷൻ വിസിബിൾ ആണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ വിസിബിൾ ആണോ, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വിസിബിൾ ആണോ, നിങ്ങളുടെ ഹെഡ്ലൈൻ വിസിബിൾ ആണ്, അതുപോലെ സമ്മറി വിസിബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൺ ആക്കിയിടണം. ഇപ്പോൾ കോൺടാക്ട് ഹൈഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാണില്ല. അപ്പോൾ അതെപ്പോഴും വിസിബിൾ ആയിട്ടിടുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലാംഗ്വേജിലും കൂടി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയിലൊരു പ്രൊഫൈൽ കൂടി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് അറബിക്ക് വേണമെങ്കിൽ അറബിക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആവും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സെർച്ചും ഒരുപാട് കണക്ഷൻ റിക്വസ്റ്റും വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.